അൺഡഡ് അൺലക്ക് എന്ന് പറഞ്ഞൊരു ആനിമയുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ട് പോലില്ലായിരുന്നു. സിനിമ സ്റ്റൈലർക്ക് പറഞ്ഞാണ് ഞാനത് കേൾക്കുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ ഡിസംബറിലൊക്കെ 2023 ഈ ഡിസംബറിലൊക്കെയാണ് ഇത് ഇറങ്ങാൻ തുടങ്ങിയത്. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസം മുമ്പെന്തോ അല്ലെങ്കിൽ മാർച്ച് അവസാനമൊക്കെ എന്നാണ് ഇത് കഴിഞ്ഞതിൻ്റെ ആ റണ്ണ്. ഒരു 24 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീസൺ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ യുണീക്കായിട്ടുള്ളൊരു ആനിമയാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു പ്ലോട്ട് പോയിൻ്റ് ആൻഡ് അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതൊരു ആക്ഷൻ ആനിമയാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം കാണുന്ന നമ്മളിപ്പോൾ ഒരു സാധനം പ്രതീക്ഷയില്ല ഇങ്ങനെ ആയിരിക്കും. കുറേ എണ്ണം കണ്ടിട്ടുള്ളത് കൊണ്ട് ഏകദേശം നമുക്ക് പ്രത്യേകിച്ച് ആനിമയിൽ തന്നെ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഉണ്ട്. ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, അവരുടെ ട്രെയിനിങ്ങും കുറേ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി. അപ്പോൾ അവരെങ്ങനെയാണ് അതിൽ എത്തിപ്പെടുക, ദെൻ അവരെങ്ങനെ ട്രെയിൻ ചെയ്യും, അവരെങ്ങനെ അടുത്ത മിഷന് പോകും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നു. ഈവൻ ജുജുത്സു കൈസലിലടക്കം എനിക്ക് ഇഷ്ടപ്പെടാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ്. അതിപ്പോൾ എല്ലാത്തിലും ഉണ്ട്. ഡീമൺ സ്ലെയറിലുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് പോയിട്ട് ഒരു ഓർഗനൈസേഷനിൽ പോയി പിന്നെ ട്രെയിൻ ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ആനിമി ഉണ്ട്. അങ്ങനെ ആവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത് നിന്നും വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു ആനിമിയാണ് അൺഡഡ് അൺലക്ക്. ഈ ആനിമി പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അൺഈവൺ ക്യാരക്ടേഴ്സിനെയാണ്. അണ്ണെന്നാണ് ഇവർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവുക. അൺഡഡും ഉണ്ട് അൺലക്കും ഉണ്ട്. ഇവർ രണ്ടുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൽ അൺലക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ വെറുതെ വിളിക്കുന്നൊരു പേരാണ് അൺലക്ക് എന്ന്. വേറെ പേരുണ്ട്, പക്ഷേ അൺലക്കി ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. കാരണം ആ കുട്ടി ആരൊക്കെ തൊട്ടിട്ടുണ്ടോ അവരൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ മരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺലക്കി ആയിട്ടുള്ള സംഭവം ആ ഒരു വ്യക്തിക്ക് നടക്കും. ഏറിപ്പോയാൽ മരണം, അതാണ് മാക്സിമം നടക്കാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ജീവിതം മുഴുവനായിട്ട് ഇല്ലാണ്ടായിരിക്കുകയാണ്. ആളുമായിട്ട് ചുറ്റിപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ മരിച്ചുപോയി. ഈവൺ ആ കുട്ടിയുടെ പാരൻസ് അടക്കം മരിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അടുത്തേക്ക് അൺഡഡ് എന്ന് പറഞ്ഞ വേറൊരു ക്യാരക്ടർ വരികയാണ്. സോ ആൻറ്റി എന്നൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ആ ഒരു ക്യാരക്ടറിനാണെങ്കിൽ മരിക്കാൻ പറ്റുന്നില്ല, കുറേ കാലമായിട്ട് ജീവിക്കുന്ന, മരണം കിട്ടാത്തൊരു ക്യാരക്ടർ. സോ തൊട്ടാൽ മരിക്കുന്ന, അല്ലെങ്കിൽ ആര് തൊട്ടാലും മരിക്കാൻ പോകുന്നൊരു ക്യാരക്ടറുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുവരെ മരിച്ചിട്ടില്ലാത്തൊരു ക്യാരക്ടറുണ്ട്. സോ ഈ അൺഡഡും അൺലക്കും കൂടി നടത്തുന്ന അഡ്വഞ്ചേഴ്സാണ് പിന്നീട് അങ്ങോട്ട് ഇതിൽ മുഴുവനായിട്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സും കൂടി ഒന്നിക്കുന്നു. ആദ്യ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ ഇവരെ തേടി ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. ഒരു കൂട്ടം ആൾക്കാരെ തന്നെ ഇവരെ കൊല്ലാൻ അന്വേഷിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അവരൊക്കെ, പിന്നെ ഇവരിനി അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കാണുമ്പോൾ ഒരു കാര്യമല്ല, പിന്നീട് അങ്ങോട്ടൊരു ഈ 24 എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്, ഇതിൻ്റെ സെറ്റപ്പ്, അടുത്തടുത്ത സാധനങ്ങൾ യാതൊരു തരത്തിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഈ ഒരു ആനിമി നമ്മൾ കാത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു പ്ലോട്ട് മാത്രമല്ല, പ്ലോട്ട് ഡിസൈൻ മാത്രമല്ല, ഇതിലെ ആക്ഷൻ സീക്വൻസുകളിലൊക്കെ ആ ഒരു പേസിങ്, അതിൻ്റെ ഒരു ആനിമേഷൻ, അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. നല്ല കിടിലിനായിട്ട് BGM ഉണ്ട്. ക്യാരക്ടേഴ്സ് നമുക്ക് ആദ്യം മുതലേ ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈ രണ്ട് പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടേഴ്സ്, അവരെ ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് അടുപ്പിക്കാൻ ഈ ആദ്യത്തെ സീസണിൽ തന്നെ ഇവർക്ക് സാധിക്കുന്നുണ്ട്. സോ നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു ആനിമയാണ്, നല്ലൊരു കിടിലിന് ആനിമയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായ വളരെ യുണീക്കായിട്ടുള്ളൊരു ആനിമയാണ് അൺഡഡ് അൺലക്ക്. ഇത് തീർച്ചയായിട്ടും കാണും. ഇതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലോട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് കണ്ടു തന്നെ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള പ്ലോട്ടിലേക്കാണ് ഇതിങ്ങനെ അടുത്തടുത്തേക്ക് പോവുക. സോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കണ്ടുപോകണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് വാച്ച് ആനിമിയാണ്. പ്രത്യേകിച്ച് ആക്ഷൻ ആനിമീസ് ഇഷ്ടപ്പെടുന്നവർക്ക്. ഇതിൽ ഒരുപാട് വയലൻസ് ഉണ്ട്, ഒരുപാട് ന്യൂഡിറ്റി ഉണ്ട്. സോ ഇതൊരു പക്ക 18+ ആനിമി എന്ന് പറയും. ഈ മെയിൻ അൺഡഡ് ക്യാരക്ടർ ഫുള്ളായിട്ട് ന്യൂഡായിട്ട് നിൽക്കുള്ളൂ ഏത് നേരത്തും. സോ അതിൻ്റെ സെൻസർഷിപ്പ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ക 18+ ആനിമയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം. സോ നല്ലൊരു ആക്ഷൻ ബാക്ക്ഡ് അഡ്വഞ്ചർ ഫാൻറ്റസി ആനിമയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.